ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോട്ട്സ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗിഫ്റ്റ്സ് ആയതുകൊണ്ടാണ് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഓറയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ മന്ത് നവംബർ 21 അവളുടെ ബർത്ത്ഡേ. അന്ന് ഒരു സെലിബ്രേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നാട്ടിലായിരുന്നു സെലിബ്രേഷൻ. അന്ന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ടാണ് ഞാൻ പൊളിച്ചു തീർത്തത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ കൊച്ചിയിൽ ഇന്നലെ നൈറ്റ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരുടെ ഒരു പാർട്ടി ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട്. കുറച്ച് എന്തായാലും സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവർക്കും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണെന്ന് അറിയാം. അതുപോലെ തന്നെ എനിക്കും ഇൻട്രസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെട്ടി തുറന്ന് നോക്കാം എന്തൊക്കെ ഗിഫ്റ്റ്സാണ് കിട്ടിയെന്ന്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പേര് വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല വിളിച്ച്. കുഴപ്പമില്ല, എങ്കിലും വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ്സ് ഓരോന്നായിട്ട് പൊളിച്ചു നോക്കാം. ആരാണ് ഗിഫ്റ്റ് തന്നതെന്ന് എനിക്കറിയില്ല. ആരോ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ചിലരുടെ മുഖമൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ആരൊക്കെയാണ് തന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗിഫ്റ്റ് പൊളിച്ചു. അപ്പോൾ നല്ല ക്യൂട്ട് ഡ്രസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യൂട്ട് ഡ്രസ്സ് അല്ലേ, നല്ല ക്ലോത്താണ്. അപ്പോൾ ഇതാരാ തന്നെന്നറിയില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓ നൈസ്, കുഞ്ഞി കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു കാറ്, ബോയ്സിനാണല്ലോ ഇങ്ങനെ കുറേ കാറുകളൊക്കെ ഗിഫ്റ്റ്സ് കിട്ടുക. അപ്പോൾ നല്ല കാറ് എനിക്കിഷ്ടമായി. അവൾക്ക് ഇഷ്ടപ്പെടും. അവൾക്ക് ഈ കുഞ്ഞു സാധനത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വൈറ്റ് ആയിരുന്നു കിട്ടിയത്. ഇങ്ങനെ പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പറയുന്നത്. ഇതിനകത്ത് പേരുണ്ടായിരുന്നല്ലോ, മറന്നുപോയി. പക്ഷെ അത് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എന്തായാലും നൈസായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പേടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒയ്യോ, ഇത് 2 ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ്, സെയിം സാധനം തന്നെ. ഓക്കെ. ഓ ഇതും നൈസ് ഉടുപ്പ്. നല്ല ക്യൂട്ട് ഡ്രസ്. കുറച്ച് വലിപ്പമുണ്ട്, എങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. അങ്ങനെ കുറേ ഡ്രസ്സ് അങ്ങനെ ഇപ്പം ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ കുറേ ഉണ്ട്. ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. എന്തായാലും നൈസായിട്ടുണ്ട് ഉടുപ്പ്. ഇന്നലെ ഞങ്ങൾ ഓഫീസിൽ നിന്നായിരുന്നു സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്മസ് പരിപാടി ആൻഡ് ഓറയുടെ ഒരു പാർട്ടി ഒക്കെയാണ് ഒരുമിച്ചാണ് വെച്ചത്. അപ്പോൾ അങ്ങനെയായിരുന്നു. ഒരു ഡിന്നർ പാർട്ടി ആയിരുന്നു. അതിൻ്റെ കൂടെ വൈൻ, കേക്ക്, അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് എന്തായാലും നൈസായിരുന്നു. ഞങ്ങൾ പരിപാടി കഴിഞ്ഞെത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ ആയി രാത്രി. അത്ര വരെ സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആരാണ് തന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും ഡ്രസ്സൊക്കെ നൈസ് ഡ്രസ്സാണ്. നല്ല ക്യൂട്ട്, നല്ല സോഫ്റ്റ് ക്ലോത്താണ്. ഡ്രസ്സൊക്കെ നൈസായിട്ടുണ്ട്. ഇതൊരു കളർ. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഞങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ക്ലോത്തും ആയിരുന്നു. എൻ്റെയും ഭാവയുടെയും ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത് ആ ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു. അപ്പോൾ ബേബിയുടെ ഡ്രസ്സും പുള്ളിയുടെ ഡ്രസ്സൊക്കെ ഞാൻ
ഇതിൽ യൂട്യൂബിലും ഇതിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡിസൈൻ കമ്പനിയെ ഞാൻ മെൻഷൻ ചെയ്യാം. വേണ്ടത് എങ്ങനെയാണ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ഡിസൈൻ ചെയ്തു തരും. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ക്ലോത്തോൻ്റെ ഡിസൈൻ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ പാർട്ടിയിൽ വന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാരാ ഡിസൈൻ ചെയ്തത് എന്നുള്ളത്. ഡിസൈനറും വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ക്ലോത്തോ. ഞങ്ങളുടെ പാർട്ടി നല്ല അടിപൊളി ഗ്രാൻഡ് ആക്കി തന്നതിന്. അപ്പോൾ അടുത്ത ക്യൂട്ട് ഒരു ബൊമ്മയാണ്. ഇതെന്താണ്? അടിപൊളി. അപ്പോൾ ഇതും ഒരു ഡ്രസ്സാണ്, വൈറ്റ് ഡ്രസ്, നല്ല നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ബർത്ത്ഡേക്ക് വരുന്നവർക്ക് ബേബിക്ക് ഡ്രസ്സ് തരുന്നതിന് കൂടെ അമ്മക്ക് ഡ്രസ്സ് തരാം. അവർക്ക് എന്തിനാ ഇത്രമാത്രം ഡ്രസ്സ്? ഇതൊരു ഫാൻസി ഡ്രസ്സാണ്. നൈസ് ആയിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്, ഫസ്റ്റ് ബർത്ത്ഡേക്ക്. നൈസ് ആയിട്ടുണ്ട്. ഒരു ഫ്രെയിം ഉണ്ട്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരാൾ വരച്ചതാണ്, ഞങ്ങളുടെ ഫോട്ടോ. എന്തായാലും നൈസ് ആയിട്ടുണ്ടല്ലേ. കുറച്ചൊക്കെ മാറ്റമുണ്ട്, എങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു ബൊമ്മ കിട്ടിയിട്ടുണ്ട്. നൈസ് ആയിട്ടില്ലേ, ക്യൂട്ട്. ഇവിടെ ഒരു വേറൊരു ബോക്സ് ഉണ്ട്. ഇതിൽ ഒരു ഗോൾഡാണ്, ഗോൾഡ് കോയിൻ ആണ്. രണ്ട് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് തന്ന് ഞങ്ങളുടെ ബേബിയെ വിഷ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ലവ് ആണ്. ഇത് നമ്മളുടെ കാത്തു ചേച്ചീൻ്റെ, ഇതെനിക്കറിയാം, എൻ്റെ കസിൻ കാത്തു ചേച്ചിയുടെ ഗിഫ്റ്റാണ്. ക്യൂട്ട് ഡ്രസ്. ഇവക്ക് ഇങ്ങനത്തെ ബൊമ്മ അങ്ങനത്തെ സാധനങ്ങളും ടെഡി ബിയർ അങ്ങനത്തെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഒരുപാട് ഗിഫ്റ്റ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ മണി കിലുക്കം, പിന്നെ അതുപോലെ തന്നെ പിയാനോ, അങ്ങനത്തെ സൗണ്ടുള്ള സാധനത്തിനോടാണ് കൂടുതൽ താല്പര്യം. കണ്ടത് ഇത് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇത് ആരാണ് തന്നെന്ന് എനിക്കറിയില്ല. നൈസായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഡ്രസ്സ് അവൾക്ക് ഉണ്ട്. ഒരു പിങ്ക് അല്ല, ഒരു ഞെറക്ക കളർ എന്ന് പറയും. എന്താ നിങ്ങളുടെ ഇതിന് പറയാൻ പറ്റില്ല, വാടാമല്ലി കളർ, അങ്ങനെ ഒരു കളർ ഗിഫ്റ്റ് ഇല്ല. അതിനിടയിൽ ആരുടെയും ഗിഫ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഓ, ഇതവളുടെ ഇതിന് ക്രിസ്മസിന്റെ കറക്റ്റായിട്ടൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഹായ്, ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഓരോ ഇങ്ങനെ ഇത് സ്കേർട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിരിക്കും ഈ സ്കേർട്ട് ഇടുന്നത്. അവൾക്ക് അങ്ങനെ സ്കേർട്ട് ഇതുവരെയായിട്ടും വാങ്ങിച്ചിട്ടില്ല. ഒരു 1-2 ഇടുന്നു. അപ്പം അതിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഗിഫ്റ്റ് പൊളിക്കുകയാണ്. നൈസ് ആയിട്ടുണ്ട്. ക്യൂട്ട്. ഇതിങ്ങനെ വലിച്ചിട്ട് പോകാൻ പറ്റുന്ന ഇത് ഓരൊക്കെ ഒരുപാട് ഇഷ്ടമാവും.
അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് കൂടി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതിതാ കുറച്ച് പ്ലേറ്റ്സ്, അപ്പോൾ ഓരൊക്കെ കഴിക്കാൻ പറ്റിയ ക്യൂട്ട് പ്ലേറ്റാണ് വേറെ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പിന്നെ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഡ്രസ്സ് 2-3 ഡ്രസ്സ് കൂടി ഉണ്ടായിരുന്നു. ഒരു ഫാൻസി യെല്ലോ ഡ്രസ്സ്, ഗ്രീൻ യെല്ലോ ടൈപ്പ് ഡ്രസ്സ്, പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല 2 ഡ്രസ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനി ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരികയാണ്. ഓറയുടെ ഫസ്റ്റ് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. അടിപൊളിയാവട്ടെ അടുത്ത വർഷം. ബൈ.